ഗൈസ്, നമ്മളിന്ന് പൊന്മുടിയിലോട്ട് വന്നപ്പം കുറച്ച് പേര്, ഞാൻ എൻ്റെ 5 ഫ്രണ്ട്സും കൂടെയാണ് ഇങ്ങനെ പൊന്മുടിയിലോട്ട് വന്നത്. അപ്പം ഇവിടുത്തെ കുറച്ച് ലോക്കൽസ് ആൾക്കാർ വന്നിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അവർ നമ്മൾ അല്ല ഗൈസ്, അങ്ങനെ നമ്മൾ ആറ്റിങ്ങയിൽ പൊന്മുടിയിലോട്ട് പോവുകയാണ്. അതെ ഗൈസ്, ഞാനും എൻ്റെ 5 ഫ്രണ്ട്സും കൂടെ രാവിലെ തന്നെ പൊന്മുടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ പോകുന്ന വഴി അപ്പൂപ്പൻ്റെ കടയിൽ കയറി കഴിച്ചായിരുന്നു. പോത്തെങ്ങനെ ഉണ്ടോ? ഞാൻ 3 ദോശയും പോത്തും, 3 പെറോട്ട, ഇവൻ 3 പെറോട്ട, 2 ദോശ. അപ്പോൾ ഗൈസ്, രാവിലെ പൊന്മുടിയിലോട്ട് പോകുന്നവർക്ക് ഒരു പരിചയപ്പെടാൻ പറ്റിയ ഒരു കടയാണിത്. നമ്മളങ്ങനെ ഓർഡർ ചെയ്ത ഒരു പോത്ത് കറിയും 3 പെറോട്ടയും 6 ദോശയാണ് ഓർഡർ ചെയ്തത്. ഈ വ്ളോഗിനിടയിൽ ഈ കടയെ കുറിച്ച് പറയുന്ന വേറെ ഒന്നുമില്ല, മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഗൈസ്. പിന്നെ നിങ്ങൾ പൊന്മുടിയിലോട്ട് പോകണമെങ്കിൽ ഇവിടെ കയറി അവരുടെ പോത്ത് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നെടുമങ്ങാടിയിൽ നിന്ന് പൊന്മുടിയിലോട്ട് പോകുമ്പോൾ അമ്പനാടുള്ള VS ഹോട്ടൽ. ഈ അപ്പൂപ്പനും അമ്മ കൂടെ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ആ ഫുഡിനൊക്കെ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. ഗൈസ്, നമ്മൾ എത്ര വട്ടം പൊന്മുടിയിലോട്ട് വന്നാൽ ആ പോണ വഴി എന്ന് പറയുമ്പോൾ ആ തണുപ്പും ആ തണലും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നമ്മളങ്ങനെ എയർപിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അജിത്തും കൂടെ നോക്കി പോണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടെ വന്ന് റോണി അവൻ പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് 2 പേർക്കും ഒരു വണ്ടിക്കും കൂടെ അവർ ചാർജ് ചെയ്യുന്നത് 100 രൂപയാണ്. അങ്ങനെ നമ്മൾ പൊന്മുടി ഹിൽ ടോപ്പ് എത്തി എല്ലാവരും കൂടെ ഹായ് ഒക്കെ പറഞ്ഞ് നടക്കണം. ഈ ഫ്രണ്ടിൽ കൂടെ നടക്കുന്ന ഈ സ്റ്റൈലായിട്ട് നടക്കുന്ന എൻ്റെ അനിയൻ അജിത്ത്, നന്ദു, എബിൻ, റോണി എല്ലാവരും ഉണ്ട്. ഗൈസ്, നമ്മളങ്ങനെ പൊന്മുടിയിലൊരു വേറൊരു ഹിഡൻ സ്പോട്ട്. ഓക്കെ, നിങ്ങൾ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്ക്. കണ്ടാ ഗൈസ്, ഒരു മരവും ഇത്രയും സ്ഥലം. നിങ്ങളപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പൊന്മുടി വരുമ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ വന്നിരിക്കണം. ഓക്കെ ഗൈസ്, നമ്മളിന്ന് പൊന്മുടിയിലോട്ട് വന്നപ്പം കുറച്ച് പേര്, ഞാൻ എൻ്റെ 5 ഫ്രണ്ട്സും കൂടെയാണ് ഇങ്ങനെ പൊന്മുടിയിലോട്ട് വന്നത്. അപ്പം ഇവിടുത്തെ കുറച്ച് ലോക്കൽസ് ആൾക്കാർ വന്നിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അവർ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്ന രീതി നോക്കിക്കൊണ്ടിരിക്കേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മള് പൊന്മുടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. നമ്മള് തണുപ്പാണോ എന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ താഴെ ചൂടാണ്, മുകളിൽ തണുപ്പ് കാണും എന്നുള്ള രീതി വന്നത്. പക്ഷെ തണുപ്പില്ല ഗൈസ്. നമ്മള് വരേണ്ടത് ആ മഴ സമയത്താണ് ഇറങ്ങിയത്. ആ കുറച്ച് റീൽസ് കണ്ട സമയത്ത് വന്നിരുന്ന ഇതുകൾ ഓക്കെ ആയിരുന്നു. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇങ്ങനെ വന്ന് പെടാതിരിക്കുക. വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ വെള്ളച്ചാട്ടം സ്ഥലം ഉണ്ടെങ്കിൽ അവിടോട്ട് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് നേരെ ഇറങ്ങി തവക്കൽ എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, ഫ്രീ ആണ്, 24 hours. ഞാനിപ്പോൾ നിങ്ങൾ അതിന്റെ വ്യൂസ് കാണിച്ചു തരാം. അതെ ഗൈസ്, അമ്മാതിരി ഒരു വ്യൂ ആണ്. ഞാൻ ഈ പൊന്മുടിയിൽ ഇതുവരെയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി വാട്ടർഫാൾസ് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എവിടെ പോകുമ്പോൾ ഒരു കടയിൽ കയറി ചിന്തിച്ചാണ് നമ്മൾ ഏറ്റവും അവസാനം ഗൂഗിളിൽ നോക്കിയാണ് കണ്ടെത്തിയത് ഇങ്ങനെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് ഇവിടെ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ, എൻ്റെ അനിയനൊക്കെ വീട്ടിൽ പോയി. അപ്പം ഞാനും എൻ്റെ ബാക്കിയുള്ള 4 ഫ്രണ്ട്സും കൂടെയാണ് വന്ന് ഇന്ന് കുളിച്ചത്. അത്രയ്ക്കും പൊളിയായിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്നേക്കണം. പൊന്മുടി വരുന്നവർ എന്തായാലും ഇവിടെ വരണം. ഓക്കെ.